7 വർഷം കൊണ്ട് കോർപ്പറേഷൻ നഷ്ടം 7 ലക്ഷം രൂപയാണ്. ഇതിന്റെ ലേലം 1 ലക്ഷം രൂപ കണ്ടുണ്ട്. വെറുതെ ഭരണമടക്കം ഒരു മാറ്റവും ഇതുവരെ വന്നില്ല. ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ ഇത് വലിയ പണിയുള്ളതല്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു വർക്കാണ് എന്ന് വെച്ചാൽ 2 ബാത്റൂമും 2 യൂറിന്റെ ഇതേ ഉള്ളൂ. വലിയ സാമ്പത്തികം കിട്ടാത്തോണ്ടായിരിക്കാം. അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് അത് അടച്ചിട്ടതാണ്, ഇതുവരെ തുറന്നിട്ടില്ല. കമ്പോർട്ടില്ലേ 6-7 കൊല്ലം കൂട്ടിയിട്ടേക്ക് ഒരു സ്ത്രീ വന്നു വെച്ചാൽ യാതൊരു പത്രം ആര് വന്നാലും ഇവിടെ ചോദിക്കാം, അമ്മൂമ്മ ഇവിടെ ടോയ്ലറ്റ് എവിടെയുണ്ട്, അമ്മൂമ്മ ഇത്തിരി കക്കൂസി പോണെങ്കിൽ എവിടെ പോയി. ഞാൻ പറയുന്നത് അവിടെ ഉണ്ട് മക്കളെ, കോവിലിനകത്തുണ്ടെന്ന് പറയും. പക്ഷെ ഇതിന് മുമ്പേ ഒരാൾ വന്ന് എന്റെ ചോദിച്ചായിരുന്നു ഇവിടെ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കിത് പോവാനും വരാനും ഉള്ളത്. നമസ്കാരം. ഭരണം മാറി വന്നു, മാറ്റങ്ങൾ വേണം, ഇത്രയും കാലം ഉണ്ടായ ദുർഭരണം ഇനി വേണ്ട എന്നുള്ളതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 5 വർഷം മുമ്പ് തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്, ഇനിയുള്ള പുതിയ ഭരണാധികാരികളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയ്ക്ക് സമീപത്താണ്. ഇവിടെ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അടച്ചിട്ടിട്ട് 5 വർഷമായി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ്. ചേട്ടാ, പുതിയ ഭരണമടക്കം വന്നു കഴിഞ്ഞു. പുതിയ ഭരണമടക്കം ഒരു മാറ്റവും ഇതുവരെ വന്നില്ല. പബ്ലിക് ടോയ്ലറ്റ് മാറ്റം ഉണ്ടാവണം. ഇതുവരെ ഇതൊന്നും അനക്കമില്ല. കോർപ്പറേഷൻ വന്നിട്ട് ഒരു അനക്കവും ഇല്ല. ഞാനാണ് ഇവിടെ നേരത്തെ ഇരുന്നത്, ബാത്റൂമിൽ ഇരുന്നത്. കൊറോണയ്ക്ക് മുമ്പേ ഹൈടെക് ആക്കണമെന്ന് പറഞ്ഞ് അടച്ചതാണ്. പിന്നെ അതിനുശേഷം ഒരു അനക്കവും ഇല്ല. ഒരു കല്ല് പോലും മാറ്റിയിട്ടില്ല. ആരായിരുന്നു ഈ ഹൈടെക് ആക്കണം എന്ന് പറഞ്ഞത് അടച്ചത്? കോർപ്പറേഷന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോർപ്പറേഷന്റെ, അതായത് മേയറായിട്ട് ആര്യ രാജേന്ദ്രൻ ഇരുന്ന സമയം. ആ സമയത്താണ് ഇതിനെ പൊളിച്ച് ഒന്നെന്ന് പണിയണമെന്ന് പറഞ്ഞ് അടച്ചത്. പിന്നെ അതിനുശേഷം ഇതുവരെ ഒരു പണിയും നടന്നിട്ടില്ല. അത് അടച്ചതിന് ശേഷം ചേട്ടന്റെ ജോലി പോയി. പോയി. ഇപ്പൊ എന്താ പരിപാടി? ലോട്ടറി കച്ചവടം. അപ്പോ ഇത് വേറെ തുറക്കണമെന്ന് ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ വരുന്ന യാത്രക്കാർക്ക് ഉപയോഗമാണ്. അങ്ങനെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ചേട്ടന് ഒരു വരുമാന മാർഗമായിരുന്നു. ഞാൻ സ്റ്റാഫായിട്ടാണ് നിന്നത്. നമ്മളെ പാർട്ടിയാണ് ലേലം എടുത്തത്. ഞാൻ സ്റ്റാഫായിട്ടാണ് ഇരുന്നത്. ഇത് പോയപ്പോഴും നമുക്ക് വരുമാന മാർഗം പോയി. അതിനുശേഷം ലോട്ടറി നമ്മളിവിടെ തന്നെ ഇങ്ങനെയാണ്. ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഒരു അനക്കവും ഇല്ല. ഈ മേയർ ആയിരുന്ന കാലത്ത് ആര്യയോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ ഇത് വലിയ പണിയുള്ളതല്ലല്ലോ. അതുകൊണ്ട് ചെറിയൊരു വർക്കാണ് എന്ന് വെച്ചാൽ 2 ബാത്റൂമും 2 യൂറിന്റെ ഇതേ ഉള്ളൂ. വലിയ സാമ്പത്തികം കിട്ടാത്തോണ്ടായിരിക്കാം അവരതിന് മുൻകഴിഞ്ഞ. അതുപോലെ അപ്പുറത്തെ ബാത്റൂമും അടച്ച്, അതിനുശേഷം അത് തുറന്നതുപോലും ഇല്ല. ഇവിടെ 2 ഏരിയയിലും അടച്ചു. ഇതുവരെ ഒരു അനക്കവും ഇല്ല. പുതിയ കോർപ്പറേഷൻ വന്നാണെങ്കിലും വല്ല നടപടി ധരിച്ചപ്പോ അതും ഒരു അനക്കവും ഇല്ലായിരിക്കും. പുതിയ മേയറുടെ അടുത്ത് മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. പോയില്ല. ഇവിടെ നിന്ന് കംപ്ലൈന്റ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ പബ്ലിക് ആൾക്കാർക്ക് പോയിട്ടുണ്ട്. ഇതുവരെ ഒന്ന് നോക്കിയൊന്നും പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതായത് ബാത്റൂം അടച്ചത് കൊണ്ട് പ്രധാന വരുമാന മാർഗം നിന്ന ഒരാളാണ്. ഇവിടെ സമീപത്ത് ഒരുപാട് ആളുകളുണ്ട്. ചേട്ടാ, ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല എന്നുള്ള പരാതി എപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് അത് അടച്ചിട്ടതാണ്, ഇതുവരെ തുറന്നിട്ടില്ല. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് പരാതി വേണ്ടത് തുറക്കണമെന്ന്. നമ്മൾ വഴിയോടെ കച്ചവടക്കാരനാണ്, നമ്മളെ സഹായിക്കണം. ഇപ്പോഴും വരുന്ന സർക്കാർ പുതിയൊരു സർക്കാർ വരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഒരു പ്രതീക്ഷ വരും? പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ ഉണ്ട്. വന്നു കഴിഞ്ഞല്ലോ, ജയിച്ചു കഴിഞ്ഞു. വന്നാലേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. വന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അവരെ ഭരണപരിഷ്കാരം എങ്ങനെയാണെന്നുള്ള വിവരം നമുക്ക് പറയണമെങ്കിൽ അങ്ങനെ പറയാക്കുള്ളൂ. ഇപ്പം 23-ാം തീയതി വരെ പഴയ സർക്കാരിന് അംഗീകാരം ഉണ്ടല്ലോ. ഈ പറയുന്നത് പോലെ അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ സൈഡിലാണ് ചേട്ടൻ ഇങ്ങനെ കട വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വാർത്തയാകുമ്പോ സ്വാഭാവികമായിട്ടും ചേട്ടൻ അതൊരു പ്രശ്നമായിട്ട് മാറൂല. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വേറെ എന്തെങ്കിലും ഒരു പ്ലേസിൽ ഒപ്പിച്ചു തരണം. നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് കഞ്ചാ കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, ചാരായ കച്ചവടം ചെയ്യാൻ ഒക്കില്ല. അല്ല, ഇങ്ങനെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഇങ്ങനെ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? കാരണം ഇതൊരു സ്ഥലം കടന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ കൊണ്ടുവച്ച്. ഇത് എന്തായാലും തുറക്കാൻ പോണില്ലെന്ന് മനസ്സിലായോ? തുറക്കും നമുക്കറിയാം. തുറക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് അവർ തരണം. കാരണം നമുക്ക് വേറെ ജീവിക്കണ്ടേ? ഇതാണ് ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബാത്റൂം എന്ന് പറയുന്നത്. അന്ന് ഇത് ഒന്നുകൂടെ ഒന്ന് നല്ല രീതിയിൽ പണിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അടച്ചിടുന്നത്. പക്ഷെ നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ബിയറിന്റെയും മറ്റ് സാധനങ്ങളൊക്കെ, കുപ്പികളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത്
ഈ പറയുന്നത് പോലെ രാത്രി കാലങ്ങളിലൊക്കെ ഒരു അക്രമം എന്നുള്ള രീതിയിലൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ പോലെ ആയിട്ട് ഇതിനെ മാറ്റി എന്നുള്ളതാണ്. അടച്ചിട്ട ഒരു ആവേശം തുറക്കാനുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. എന്നാലും അധികാരികൾക്ക് മുന്നിലേക്ക് ഈ ഒരു ദൃശ്യം, ഈ ഒരു സംഭവം, ഈ ഒരു വിഷയം എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആര്യയുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു വികസനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അടച്ചിട്ടത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പരാതി. ഇവിടെ ഇപ്പോ യാത്രക്കാരൊക്കെ ആണെങ്കിലും പലപ്പോഴായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇത് തന്നെയാണ്. കൃത്യമായിട്ടൊരു ബാത്റൂം ഫെസിലിറ്റി അല്ലെങ്കിൽ റെസ്റ്റിംഗ് റൂം ഇല്ല എന്നുള്ളത്. അത് കിഴക്കേക്കോട്ടയുടെ മറുവശങ്ങളിലാണെങ്കിലും സമാന രീതിയിൽ തന്നെയാണ് വിഷയം. വലിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി പണിത കെട്ടിടങ്ങളുണ്ട്, പക്ഷെ അത് ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ടയ്ക്ക് തിയേറ്ററിന് സമീപത്തായിട്ടാണ്. ഇനിയിപ്പോ നമ്മൾ ബസ് സ്റ്റാൻഡിന്റെ, അതായത് മെയിൻ ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ ഒരു ഇതേപോലെ മറ്റൊരു ബാത്റൂം ഉണ്ട്. അതിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ബാത്റൂമിന്റെ മുകളിൽ ഒരു മരമടക്കം വളരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മറുവശത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ആ പറഞ്ഞ 100% ശരിയാണ്. ഇവിടെ വരുന്ന 10,000-കണക്കിന് ജനങ്ങൾ തങ്ങുന്ന ഈ പ്രധാന ഏരിയ, അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. പുരുഷന്മാർ എവിടെയെങ്കിലും പോയി മൂത്രമൊഴിക്കും. ഈ സ്ത്രീകൾക്ക് ഇവിടെ വന്ന് അവർക്ക് മലമൂത്ര വിസർജനം നടത്താൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 50 വർഷത്തെ പഴക്കം വരും. ആ കെട്ടിടം കാണുമ്പോൾ തന്നെ അറിയാം. അതുകൊണ്ട് ഒരു 10-50 വർഷത്തെ പഴക്കമുണ്ട്. അത് ഇവിടെ വർഷങ്ങളായിട്ടുള്ള, ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളും കൂടെയാണ് സാമൂഹ്യ രംഗത്ത്. അപ്പൊ ഈ ഒരു കക്കൂസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മൂത്രപ്പുരയും കക്കൂസും ഈ യാത്രക്കാർക്കും ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി തൊഴാൻ വരുന്നവർക്കും ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ വരുന്നവർക്കും വളരെയേറെ ഗുണമാണ്. അതോടൊപ്പം ചാല മാർക്കറ്റ് അടുത്താണ്. ഈ ചാല മാർക്കറ്റിൽ പോലും ഇപ്പോൾ ഒരു കമ്പർട്ട് സ്റ്റേഷനുണ്ട്. അത് ടെൻഡർ കഴിഞ്ഞിട്ടില്ല, പണി പൂർത്തീകരിച്ചിട്ടില്ല, ഡ്രെയിനേജ് ഓട കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ മാർക്കറ്റിൽ വരുന്ന വഴിയോര കച്ചവടക്കാരായ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വരുന്നുണ്ട്. അവരിവിടെ വന്നാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവർക്ക് പോലും ഒന്ന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ ഈ ഏരിയയിൽ ഒന്നുമില്ല. ഇപ്പൊ പത്മനാഭ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭയും ഗവൺമെന്റും 100% പരാജയമാണ് ഇതുവരെ സംഭവിച്ചത്. ഈ ഒരു ബാത്റൂമിന്റെ കാര്യം നോക്കുമ്പോൾ നമ്മളിപ്പം ഇത് ക്ലോസ് ആയി കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അതിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു കൂമ്പാരം തന്നെയുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം എന്ന് പറയുന്നത് ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഏറ്റവും ക്ലീൻ ആയിട്ട് കൊണ്ടുപോയ ഒരു നഗരസഭയാണ് എന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ അടക്കം പറഞ്ഞത്. അങ്ങനെയുള്ള അതേ നഗരസഭയുടെ ഒരു ലുക്കാണ് നമ്മളിപ്പോ ഇങ്ങനെ കാണുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ അടക്കം ഇത്തരത്തിൽ വേസ്റ്റുകൾ കുന്നുകൂടി കിടക്കുകയാണ്. വേസ്റ്റുകൾ കുന്നുകൂടി മാത്രമല്ല, ഈ മരം തന്നെ അതിന്റെ മുകളിൽ പൊടിച്ചു നിൽക്കുകയാണ്. ഈ മരം തന്നെ അതിന്റെ മുകളിൽ പൊടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ കെട്ടിടം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ സംരക്ഷിത സ്മാരകത്തിന്റെ ഫ്രണ്ടിൽ യഥാർത്ഥത്തിൽ മതിലിനോട് ചേർന്ന് ഈ ടോയ്ലറ്റ് നിർമ്മിക്കാൻ പാടില്ല. അതൊരു നിയമമാണ്. അതിന് കുറച്ചും അകലമിട്ട് ഈ പൊതു കക്കൂസ് ഇവിടെ പുനഃസ്ഥാപിക്കണം. ഇല്ലാത്ത പക്ഷം ഇതിനകത്ത് സർക്കാരിന്റെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ സർക്കാർ ഭൂമി അല്ലാതെയും ഉണ്ട്. അവിടെയും വെക്കാം. സർക്കാരിന്റെ കൈവശമാണ് ആ ഭൂമി. അതൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അപ്പൊ ആ സ്ഥലവും പൂട്ടിയിട്ടിരിക്കുകയാണ്. അത്രമാത്രം നമ്മളുടെ പബ്ലിക് പ്രോപ്പർട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഉപയോഗശൂന്യമാക്കി ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ പൊതുജനങ്ങൾ പറയുന്നത് ഇതൊക്കെ വീണ്ടും കെട്ടുമ്പോൾ വലിയ പണമൊന്നും അതിൽ നിന്ന് ലഭ്യമാകില്ല എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാത്തത്, ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാത്തത് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കകളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഉയരുന്നത്. എന്താ ചേട്ടാ? 7 വർഷം കൊണ്ട് കോർപ്പറേഷൻ നഷ്ടം 7 ലക്ഷം രൂപയാണ്. ഇതിന്റെ ലേലം 1 ലക്ഷം രൂപ കണ്ടേ 7 വർഷം കൊണ്ട്. ഈ ഒരൊറ്റ ബാത്റൂമിന്റെ പേരിൽ 7 ലക്ഷം പോയോ? 7 ലക്ഷം രൂപ കോർപ്പറേഷൻ നഷ്ടമാണ്. ഒരു വർഷത്തേക്ക് 1 ലക്ഷത്തി ചില്ലറ രൂപ കണ്ടാണ് ഇത് കൊടുക്കണത്, ലേലം കൊടുക്കണത്. അതിപ്പോ നഷ്ടമാണ് 7 വർഷം കൊണ്ട്. അതൊന്നും ഒരു അനക്കവും ഇല്ല. അത് തന്നെ എത്ര രൂപ വരുമാനമാണ് അവിടുത്തെ ബാത്റൂം. ആ ബാത്റൂമിന്റെ മുകളിൽ ഒരു മരമൊക്കെ പൊന്തിയിട്ടുണ്ട്. അതൊന്നും മറ്റേത് പുരാവസ്തു കണ്ട ഗ്യാസ് കൊടുത്തേക്കണം ഒന്ന്.
അപ്പൊ അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്കിയുള്ളത് മിഷ്യൻ കൊണ്ടുവച്ച് അത് ചെയ്തില്ല, അത് അങ്ങനെ കിടക്കുകയാണ്. ഇത് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മേയറെ നമുക്ക് വിശ്വാസമുണ്ട് ഇത് ക്ലിയർ ആക്കി എടുക്കുമെന്ന്. പിന്നെ എന്ത് ഇവിടെ ഇപ്പൊ യാത്രക്കാരൊക്കെ വന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? ഇങ്ങനെ എന്തെങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, അവര് ഈ ചോദിക്കുമ്പോ ചേട്ടൻ എന്ത് പറയും? ഇങ്ങനെ ബാത്റൂം ഉണ്ട് തുറക്ക. ബാത്റൂം ഉണ്ടായിരുന്നു, ഇപ്പൊ അടച്ചിട്ടൊക്കെയാണ്. അങ്ങനെ കുറെ പേരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഒരു അനക്കവും ഇല്ല. അതാണ് ഈ വരുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എങ്കിൽ പോലും അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്നത് പോലെ ഇവിടെയുള്ള സമീപത്തുള്ള ഹോട്ടലുകളിലും മറ്റുമൊക്കെയാണ് ഈ കിഴക്കേക്കോട്ടയിൽ എത്തുന്ന യാത്രക്കാർ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സമീപിക്കുന്നത്. അതായത് കിഴക്കേക്കോട്ടയിൽ എത്തിയാൽ ഒരു ചായയെങ്കിലും വാങ്ങി കുടിക്കുക എന്നുള്ളത് അവസ്ഥയിലേക്ക് നിർബന്ധിക്കപ്പെടുകയാണ് യാത്രക്കാർ എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ചുറ്റിലും ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളാണ് അധികാരികൾ പ്രധാനമായിട്ടും നോക്കേണ്ടുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഈ കിഴക്കേക്കോട്ടയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അതുപോലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, ചാല മാർക്കറ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ വന്ന് പോകുന്ന സ്ഥലമാണ്. ഈ ഒരു ഏരിയയിൽ ഇത്തരത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ പോകാൻ ഒരു ബാത്റൂം പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം.